ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉമാണ്. ശ്രേണിയിലെ 13-ാം പദം എന്ത്? ശ്രേണിയിലെ 23-ാം പദം എന്ത്? അപ്പോൾ ഇതിൽ നമുക്ക് മൂന്നാം പദവും എട്ടാം പദവും തന്നിട്ടുണ്ട്. മറ്റു പദങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാം പദം രണ്ടാം പദം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സമാന്തര ശ്രേണി കണ്ടെത്തുക. ഈ മോഡൽ ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇക്വേഷൻ അറിയാം. പൊതുവ്യത്യാസം എ ഈക്വൽ ടു പദവ്യത്യാസം. അപ്പോൾ എക്സ് n മൈനസ് എക്സ് എം ബൈ n മൈനസ് എം, അതായത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം പൊതുവ്യത്യാസം. ഇവിടെ നമുക്കുള്ള പദങ്ങൾ എന്ന് പറയുന്നത് 15ഉം 35ഉമാണ്. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 35 മൈനസ് 15. ഇനി അവയുടെ സ്ഥാനങ്ങൾ 8-ാം സ്ഥാനവും 3-ാം സ്ഥാനവും. അപ്പോൾ സ്ഥാന വ്യത്യാസം 8 മൈനസ് 3. ഇതിൻ്റെ ആൻസർ 35 15 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 20. അപ്പോൾ 20 ഭാഗം 8 3 പോയി കഴിഞ്ഞാൽ 5. 20 ഭാഗം 5 എത്രയാണ്? 4 എന്ന് കിട്ടും പൊതുവ്യത്യാസം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് 13-ാം, ഈ ശ്രേണിയിലെ 13-ാം പദം. പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 13-ാം പദത്തിലോട്ട് പോകാം. അപ്പോൾ 13-ാം പദം x13 സമം, നമുക്ക് ഏതെങ്കിലും പദം അറിയാമോ? അറിയാം. എത്രാമത്തെ പദം അറിയാം? 8-ാം പദം 35ആണ്. അപ്പോൾ 8-ാം പദം 35 ആണെങ്കിൽ 13-ാം പദം എത്ര? അല്ലെങ്കിൽ 3-ാം പദം 15 ആണെങ്കിൽ 13-ാം പദം എത്ര? നമുക്ക് എളുപ്പം 3-ാം പദത്തിൽ നിന്ന് 13-ാം പദത്തിലോട്ട് പോകുന്നതാണ്. കാര്യം 3-ാം പദമാണ് അറിയാവുന്നതെങ്കിൽ 10 പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ അത് 13-ാം പദമായി, അല്ലെങ്കിൽ 10 പദങ്ങളും കൂടി കഴിയുമ്പോൾ അത് 13-ാം പദമായി. അപ്പോൾ എളുപ്പം 3-ാം പദമാണ്, അതുകൊണ്ട് 3 ചൂസ് ചെയ്തു. അപ്പോൾ x13 സമം x3 പ്ലസ് 10 പൊതുവ്യത്യാസം 10a. ഇവിടെ നമ്മൾ പൊതുവ്യത്യാസത്തെ a എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ 3-ാം പദം നമുക്ക് എത്രയെന്നറിയാം? 15 എന്നറിയാം. 3-ാം പദം 15. അപ്പോൾ 15 പ്ലസ് 10 ഇൻറ്റു a 4. ഓക്കെ. അപ്പോൾ 15 പ്ലസ് 40, അതായത് 55. 55 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 13-ാം പദം എന്ന് കിട്ടി. ഇനി അടുത്തത് 23-ാം പദം എന്താണ്? 13-ാം പദം അറിയാമെങ്കിൽ 23-ാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 13-ാം പദത്തിൻ്റെ കൂടെ ഒരു 10 പൊതുവ്യത്യാസം കൂടെ കൂട്ടുക. അതായത് 10 പദം കൂടെ കഴിയുമ്പോഴാണ് 23-ാം പദം. അപ്പോൾ 13-ാം പദത്തിലൂടെ ഒരു 10 പൊതുവ്യത്യാസം കൂടെ കൂട്ടുക. അപ്പോൾ x13 പ്ലസ് 10 ഇൻറ്റു a സമം x13 എത്രയാണ്? 55. 55 പ്ലസ് 10 ഇൻറ്റു a 4. അപ്പോൾ 55 പ്ലസ് 40 സമം എത്ര? 95. അപ്പോൾ നമുക്ക് 13-ാം പദവും കിട്ടി, അതുപോലെ തന്നെ 23-ാം പദവും കിട്ടി.